പടത്തിന്റെ തുടക്കത്തിൽ കുറച്ച് ഗുണ്ടകൾ നമ്മുടെ മകേഷ് ഏട്ടന്റെ കയ്യിൽ നിന്നുള്ള പൈസ അടിച്ചു മാറ്റാൻ നോക്കാം. അപ്പൊ മകേഷ് ഏട്ടൻ ഇടിയ മകേഷ് ഏട്ടൻ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാ. ഇതൊക്കെ എന്ത് കീർത്തുണ്ട് ഈ പടത്തിൽ. കീർത്തു ഇതിലൊരു പരിഷ്കാരിയായ ഒരു അപരാധമാണ്. എന്നിട്ടാന്ന് വെച്ചാൽ മൂപ്പരുടെ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ ജംഗിളി റമ്മി കളിക്കാൻ പൈസ കളയാ. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. കീർത്തു അമേരിക്കയിലുള്ള എല്ലാവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി. ഇനി കടം വാങ്ങാൻ ആരുമില്ല. അപ്പൊ കൂട്ടുകാർ പറയും നമുക്ക് മകേഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാന്ന് പറയും. എന്നിട്ട് മകേഷ് ഏട്ടന്റെ അടുത്തേക്ക് പോവും. മകേഷ് ഏട്ടൻ കീർത്തുവിനെ കാണുമ്പോ എന്നെ ക്രഷ് അടിച്ച് വീഴും. കീർത്തു അത് കഴിഞ്ഞിട്ട് വെള്ളടിക്കാൻ പൈസ തീർന്നപ്പോ മകേഷ് ഏട്ടൻ എനിക്ക് കുറച്ച് പൈസ തരും, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ വാങ്ങും. അത് കഴിഞ്ഞിട്ട് മകേഷ് ഏട്ടനെ അവിടെ നൈസായിട്ട് അങ്ങോട്ട് തേക്കും. ഒരുത്തി ഓർത്ത് ഞാൻ എന്നെ ദുഃഖിക്കില്ല, ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കില്ല, വിശ്വസിക്കില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. കീർത്തു ഒരു $10,000 മകേഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ പൈസ തിരിച്ചു കിട്ടാനായിട്ട് കീർത്തുവിന്റെ അപ്പന്റെ അടുത്തേക്ക് ഇന്ത്യക്ക് പോവും നമ്മുടെ മകേഷ് ഏട്ടൻ. $10,000 വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് വന്നു. 10 രൂപീസിന് വേണ്ടി പോലും വരും സാർ. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. അങ്ങേര് മകേഷ് ഏട്ടനോട് ഇറങ്ങി പോവാൻ പറയും. 10 പൈസ ഞാൻ തരില്ല എന്ന് പറയും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. പിന്നെ മകേഷ് ഏട്ടന്റെ സ്കൂളിൽ പഠിപ്പിച്ച മാഷിനെ ഒരാൾ തല്ലാൻ വരും. അപ്പൊ മകേഷ് ഏട്ടൻ ഗ്ലാസ് വെച്ച് ഒരു മാജിക് കാട്ടി കൊടുക്കും. നമ്മുടെ മകേഷ് ഏട്ടൻ പൈസയും പോയി കീർത്തും പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ മകേഷ് ഏട്ടന്റെ മേത്ത് വലയിട്ടിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മകേഷ് ഏട്ടനെ ആ സ്പീഡ് ബോട്ടിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. നമ്മുടെ മകേഷ് ഏട്ടൻ എന്ത് സ്പീഡ് ബോട്ട്, ഒറ്റ വലിയ. ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയാടാ, തിരുപ്പതിയായി. നമ്മുടെ മകേഷ് ഏട്ടനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചത് കീർത്തുവിന്റെ അപ്പനാ. അപ്പൊ കിട്ടിയ ലോറി എടുത്തിട്ട് നമ്മുടെ മകേഷ് ഏട്ടനെ ഇയാളുടെ വീട്ടിലേക്ക് പോവും. പിന്നെ അവിടെ കിടന്നിട്ടുള്ള ഒരു അവരാധിക്കലുണ്ട്. എന്റെ പൊന്നുമോനെ സഹിക്കാൻ പറ്റില്ല. ഇതെന്തപ്പണ്ടായേ. പൈസ കൊടുത്തില്ലെങ്കിൽ മകേഷ് ഏട്ടന്റെ അപരാധം കണ്ടോണ്ടിരിക്കേണ്ടി വരില്ലോ എന്ന് ഓർത്തിട്ട് ആ പൈസ അങ്ങ് കൊടുക്കും. പിന്നെ നമ്മുടെ മകേഷ് ഏട്ടൻ അമേരിക്കയ്ക്ക് പോവും. അവിടെ വെച്ച് കീർത്തുവിനെ കാണും. കീർത്തു സോറി പറയും. വീണ്ടും ലവ് ആവും. പടം കഴിയും.